നമസ്കാരം. കുറച്ചു ദിവസം മുമ്പ് ഉത്തർപ്രദേശിലെ സംബലിലെ പള്ളിയിൽ സർവേ നടത്താൻ വന്നതിനെക്കുറിച്ചും അതിനെ തുടർന്ന് അവിടെ ഉണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചും സിറ്റുവേഷനെ കുറിച്ചും ഒക്കെ തന്നെ നമ്മൾ വീഡിയോ ചെയ്തതാണ്. വാർത്തകളിലൂടെ ഒക്കെ തന്നെ നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ അതേ സംബലിൽ നിന്ന് തന്നെ വേറൊരു വാർത്ത കൂടി വരുന്നുണ്ട്. ഈ സർവേ നടത്താനിരുന്ന പള്ളിയുടെ കുറച്ചപ്പുറത്ത് മാറി അനർവാലി എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിലെ ഇമാമിനെ നോയിസ് പൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ അറസ്റ്റ് ചെയ്തേക്കാണ്. അദ്ദേഹത്തിന് ബെയിലൊക്കെ കൊടുത്തു. 23 വയസ്സ് മാത്രമേ അദ്ദേഹത്തിന് പ്രായമുള്ളൂ. ബെയിലൊക്കെ കൊടുത്തു. അതിനുശേഷം 2 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിൻ്റെ നിന്ന് പിഴ ഈടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. 2 ലക്ഷം രൂപ വലിയൊരു തുകയാണ്. ഈ നാട്ടില് മറ്റൊരു മനുഷ്യനെ ഉപദ്രവിക്കുന്ന മനുഷ്യന്റെ കയ്യിൽ നിന്ന് പോലും അത്രയും വലിയ തുക കോടതി പിഴയായിട്ട് ഈടാക്കാറില്ല. കൂടാതെ തന്നെ 6 മാസത്തേന് ആ ഒരു പുള്ളിക്ക് വിലക്കൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്ത് കാര്യത്തിന്? ഇവിടെ നോയിസ് പൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. ഒരു സാധാരണ പള്ളിയിൽ നിന്ന് എത്ര നോയിസ് പൊല്യൂഷൻ ഉണ്ടാകാനാണ്? 5 നേരം പള്ളിയിൽ നിന്ന് പ്രെയർ ഉണ്ടാകാറുണ്ട്. പ്രെയർ നമ്മൾ കേൾക്കാറുണ്ട്. ആ പ്രെയറിനെ കുറിച്ചിട്ടാണ് ഇവർ ഈ നോയിസ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. ലൗഡ് സ്പീക്കറിന്റെ വോളിയം ഹൈ ആയി എന്നൊക്കെയുള്ള കാരണങ്ങൾ അവർ പറയുന്നുണ്ട്. ഒന്നുമല്ല, മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്യുന്നതാണ്. അവിടെയുള്ള ഒരു ന്യൂനപക്ഷം ഉണ്ടല്ലോ, ആ ന്യൂനപക്ഷത്തെ ഈ ഭൂരിപക്ഷം മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ പ്രശ്നക്കാരാണ്, അവരിവിടെ നിന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭൂരിപക്ഷത്തിന് പ്രശ്നമുണ്ടാകും എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ കേസുകൾ, ഇല്ലാത്ത കേസുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് രാഹുൽ ഈശ്വർ അദ്ദേഹത്തിൻ്റെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് കാണിച്ചു തരാം. പൊല്യൂഷന് വേണ്ടിയാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. മനഃപൂർവ്വം പക തീർക്കുകയാണ്, പ്രതികാരം തീർക്കുകയാണ്, ചീപ്പായ രാഷ്ട്രീയം കളിക്കുകയാണ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണം. അതായത് ഇത് മനസ്സിലാക്കേണ്ടത്, ഇത് മുസ്ലിങ്ങളോട് മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും ഈ ശക്തി കൂടിയ ആൾക്കാർ ശക്തിയില്ലാത്ത ആൾക്കാരെ വേട്ടയാടുന്ന ഒരു പ്രവണതയുണ്ട്. അത് വരുന്നത് ഒരു ആത്മീയ ശൂന്യതയിൽ നിന്നാണ്. ഞാൻ പല വേദികളിലും പറയുന്നുണ്ട്. അതായത് എപ്പോഴും അപ്പുറത്തൊരു ശത്രു വേണം. ആ ശത്രു നമ്മളും കൂടി ഒരു പോരാട്ടം നടക്കുന്നു, ഫൈറ്റ് നടക്കുന്നു. ആ ശത്രുവിന് നമ്മൾ ഹാനി ഉണ്ടാക്കുന്നു. ആ ശത്രു നമ്മുടെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നു, തുപ്പി ആഹാരം തരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കണ്ടിന്യൂസ്. ഇത് ഇന്നും ഇന്നലെ അല്ല, മുസ്ലിങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പും ക്രിസ്ത്യാനികൾ ഉണ്ടാകുന്നതിന് മുമ്പും നമ്മുടെ പുരാതന കാലം മുതൽ ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും അപ്പുറത്തൊരു ശത്രു വേണം. പണ്ട് ഈ പിന്നോക്ക ജാതിക്കാരെ അസുരന്മാർ എന്ന് വിളിച്ച് അവരെ ആക്രമിച്ചിരുന്നു, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഫൈറ്റ് ഉണ്ടാക്കി. ഇത് പണ്ട് തൊട്ടേ ഉള്ളൊരു പരിപാടിയാണ് എന്നുള്ളതാണ് ചരിത്രപരമായ സത്യം. അദ്ദേഹം പറയുന്നത് കേട്ടിട്ടില്ലേ? വളരെ കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ന്യൂനപക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷം കാണിക്കുന്ന ഒരു മേൽക്കോയ്മ. ഞങ്ങൾ തന്നെയാണ് എപ്പോഴും വലുത്, നിങ്ങൾ ഉയർന്നു വരണ്ട എന്ന് ന്യൂനപക്ഷത്തിന് ഒരു ജാഗ്രത കൊടുക്കുകയാണ്, ഒരു വാണിംഗ് കൊടുക്കുകയാണ്. ചീപ്പായിട്ട് ഗവൺമെന്റ് കാണിക്കുന്ന പരിപാടിയാണ്. അതിന് കോടതിയും കൂടി കൂട്ടു നിൽക്കുകയാണ്. അതാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ളൊരു കാര്യം. നമ്മുടെ നാട്ടിലെ ജുഡീഷ്യറിയും ഇപ്പൊ ഈ ഗവൺമെന്റിനെ ഒത്താശ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് റിലീജിയസ് ഫ്രീഡം എന്ന് പറയുന്ന ഒരു റൈറ്റ് ഉണ്ട്. എല്ലാ സിറ്റിസണിനും ഉള്ളതാണ്. എല്ലാ മനുഷ്യർക്കും അവരവരുടേതായിട്ടുള്ള റിലീജിയൻ ഫോളോ ചെയ്യാനും വിശ്വാസങ്ങളിൽ ഏർപ്പെടാനും പ്രെയർ നടത്താനും ഒക്കെയുള്ള ഫ്രീഡമാണ് ഈ റിലീജിയസ് ഫ്രീഡം എന്ന് പറയുന്നത്. എന്നാൽ ഈ റിലീജിയസ് ഫ്രീഡത്തിന് എതിരായിട്ടാണ് ഇപ്പൊ കോടതികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 2 ലക്ഷം രൂപ പിഴ. എനിക്കത് വളരെ അത്ഭുതമായിട്ട് തോന്നി. ഒരു 10,000-ഓ 20,000-ഓ അല്ല പിഴ, 2 ലക്ഷം രൂപയാണ് പിഴ. പള്ളിയിലെ പ്രെയർ ഉച്ചത്തിൽ വെച്ചു എന്നുള്ളൊരു കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. ഇത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. പലയിടത്തും ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഇപ്പൊ ഈ രീതിയിൽ ന്യൂനപക്ഷത്തെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്തിട്ട് പല ആൾക്കാരും പ്രവർത്തിക്കാറുണ്ട്. ഇത് എല്ലാ കാലത്തും ഉള്ളതാണെന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞില്ലേ? വളരെ സത്യമാണ്. ഇതിനു വേണ്ടിയിട്ട് പല മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും ഈ ഭൂരിപക്ഷം പരത്തുന്നുണ്ട്. പല രീതിയിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഈവൻ എൻ്റെ ചാനലിൽ തന്നെ പല ആൾക്കാരും പറയുന്നത് കേട്ടു, നീ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചോ, കുറച്ച് കഴിയുമ്പോൾ ഇവരിവിടെ അങ്ങ് പെറ്റുപെരുകും, അതിനുശേഷം ഇവിടെ മുഴുവനായിട്ട് അവരങ്ങ് കൈയടക്കും. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറയുന്നതെന്നാണ്. ഇവരുടെ ഈ വാദങ്ങളൊക്കെ തന്നെ സാധൂകരിക്കാൻ വേണ്ടിയിട്ട് അവർ കണക്ട് ചെയ്യുന്നത് റീപ്രൊഡക്ഷനാണ്. അവരിപ്പോൾ ഒരുപാട് അങ്ങ് പെറ്റുപെരുകിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ എണ്ണം കൂട്ടണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് അവരിങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവരിങ്ങനെ പെറ്റുപെരുകി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ദോഷമാണ്, നമ്മുടെ നാടിന് ദോഷമാണ്, മുഴുവനായിട്ട് അവർ കൈയടക്കും. എന്തൊരു ചിന്താഗതിയാണിത്? ഈ ഭൂരിപക്ഷമാണ് ഇത്തരത്തിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകളൊക്കെ തന്നെ പരത്തിക്കൊണ്ടിരിക്കുന്നത്. ആരും ഒരു ദോഷമല്ല. ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു നിയമങ്ങൾ അതേപോലെ പോവുകയാണെന്നുണ്ടെങ്കിൽ ആർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ദോഷവുമില്ല. അവരവരുടെ വിശ്വാസങ്ങൾ ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുക, അവരവരുടെ പള്ളിയിൽ പോവുക, അമ്പലങ്ങളിൽ പോവുക, പ്രാർത്ഥിക്കുക. ഒരമ്പലവും മറ്റൊരു വിശ്വാസിക്ക് ഇതല്ല, അല്ലെങ്കിൽ ഒരു പള്ളിയും മറ്റൊരു വിശ്വാസിയുടെ വിശ്വാസത്തിനെതിരല്ല. പക്ഷെ ഇവിടെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് തെറ്റിദ്ധാരണ പരത്തുവാണ്.
ഈ ഭൂരിപക്ഷം തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ന്യൂനപക്ഷം നമുക്ക് ആപത്താണ്, ഈ ന്യൂനപക്ഷം നമുക്ക് എതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത്, അവരെ വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ദോഷമാണ്, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് തെറ്റിദ്ധാരണ മാത്രമാണ്, നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾ അതേപോലെ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ആർക്കും ദോഷമല്ല. അവരവരുടെ വിശ്വാസങ്ങളെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുക. ഇത്തരത്തിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് പരത്തുന്ന ആൾക്കാരുടെ വരയിൽ ദയവ് ചെയ്ത് നമ്മളും കൂടി വീഴാതിരിക്കുക. ശരിക്കും റിലീജിയസ് ഫ്രീഡം എന്ന് പറയുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു സംഭവം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇനി എത്ര നാളത് നിലനിൽക്കും എന്നുള്ളത് കണ്ടറിയണം. നോർത്ത് ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും ഈ രീതിയിൽ ഈ ന്യൂനപക്ഷത്തെ ടാർഗറ്റ് ചെയ്തിട്ട് പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതിനകത്ത് മെയിനായിട്ടുള്ളൊരു ഇതെന്ന് പറയുന്നത് യോഗി ആദിത്യനാഥ് ആയിരിക്കും. അദ്ദേഹത്തിൻ്റെ പരിപാടി കുറച്ച് സിവിയർ ആയിട്ട് തന്നെ അദ്ദേഹം ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. പല പള്ളികളെയും ടാർഗറ്റ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവരൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് സത്യത്തിൽ നമ്മുടെ നാടിൻ്റെ സമാധാനം ഇല്ലാതെയാക്കും. അതിന് വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികളാണ് ഇതൊക്കെയെന്ന് നമ്മളൊക്കെ മനസ്സിലാക്കുക. നമ്മൾ കണ്ണു തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. അനാവശ്യമായിട്ടുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകൾ പരത്താതെ ഇരിക്കുക. ആർക്കും ദോഷമല്ല. നേരായ മാർഗത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ ആർക്കും ദോഷമല്ല.